ഹലോ, ഞാനിപ്പോൾ ഉള്ളത് സാഞ്ചിയിലാണ്. സാഞ്ചി സ്തൂപം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സാഞ്ചി സ്തൂപം പറഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി മനസ്സിലാവാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഫോളോ മീ. ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം. ഇപ്പം ഏകദേശം എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ. ഇതിൽ കാണുന്ന ചിത്രമില്ലേ, ഈ ഒരു ഇവിടെയാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വളരെ ചരിത്ര പ്രാധാന്യമായിട്ടുള്ള 200 രൂപ നോട്ടിലുള്ള സാഞ്ചി സ്തൂപം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം, ഈ ഒരു സ്ഥലം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണെന്ന്. ഈ ഒരു സ്തൂപം അത്യാവശ്യം വളരെ വലുതാണ് കേട്ടോ. കാരണം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം അറിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ അത്യാവശ്യം വലിയൊരു സ്തൂപമാണ്. ഇതിൻ്റെ ഒരു ആകൃതി ഇങ്ങനെ ഒരു ചിരട്ട കമിഴ്ത്തി വെച്ച പോലത്തെ ഒരു ആകൃതിയാണ് കേട്ടോ. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ ഒരു സ്തൂപത്തിന് 4 കവാടങ്ങളുണ്ട്. ഈ 4 കവാടത്തിൻ്റെ ഓരോ പില്ലേഴ്സിലും ഇതുപോലെ ഓരോരോ കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്. ഈ കൊത്തുപണികൾ എന്താണെന്ന് വെച്ചാൽ ബുദ്ധൻ്റെ ചെറുപ്പകാലത്തുള്ള പല കഥകൾ, അതുപോലെ ബുദ്ധമതത്തെക്കുറിച്ചുള്ള കഥകൾ, അതൊക്കെയാണ് കേട്ടോ അതിൽ കൊത്തി വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ പോകുമ്പോൾ ഈ വലതുഭാഗത്ത് കാണുന്നതാണ് ആ സ്തൂപം എന്ന് പറയുന്നത്, ഇടതുഭാഗത്ത് കാണുന്നതാണ് മതിൽ എന്ന് പറയുന്നത്. ഈ ഒരു സ്തൂപത്തിന് ചുറ്റുമായിട്ട് ഒരു മതിൽ പോലെ ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മതിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സോ അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ ഇതുപോലെ ഒരു ബുദ്ധമതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ബുദ്ധൻ്റെ ഒരു ശിലാരൂപം അവിടെ കാണും. ഈ കാണുന്നത് കിഴക്കേ കവാടമാണ് കേട്ടോ. ഈ സ്റ്റെയർ വഴിയാണ് നമ്മൾ മേലോട്ട് പോകുന്നത്. മേലോട്ട് പോകുമ്പോൾ കറക്റ്റ് ഈ ഒരു സ്തൂപത്തിൻ്റെ സെൻറ്റർ ഭാഗത്ത് എത്തും കേട്ടോ. ഇതിന്ന് നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ അതിൻ്റെ ആ ഒരു വിശാലമായിട്ടുള്ള ആ ഒരു ഏരിയ നമുക്ക് കാണാൻ പറ്റും. നല്ല വൃത്തിയായി സൂക്ഷിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഏരിയ മൊത്തത്തിൽ. ഈ കാണുന്ന കവാടത്തിലെ കൊത്തുപണികൾ കംപ്ലീറ്റും ബുദ്ധനെക്കുറിച്ചും ബുദ്ധമതത്തെക്കുറിച്ചുമാണ്. ഇതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഒരു ഗൈഡ് ഉണ്ടാവും. In the center it is a Buddha who has attained enlightenment. And the right side में जो है वो मारा demons है, राक्षस है. ഈ കാണുന്ന ചെറിയ ചെറിയ സ്തൂപങ്ങളെല്ലാം തന്നെ ഇവിടുത്തെ സന്യാസിമാരുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് കെട്ടിയുണ്ടാക്കിയെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്തൂപത്തിനെ കുറിച്ച് ഇംഗ്ലീഷിലും ഹിന്ദിയിലും നല്ല വ്യക്തമായിട്ട് അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ബോർഡിൽ. അതുപോലെ തന്നെ ഓരോ ഗേറ്റിലുമുള്ള കൊത്തുപണികളുടെ ബുദ്ധനെ കുറിച്ചുള്ള കഥകളും അവിടെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് ഒരു ബുദ്ധ ക്ഷേത്രമാണ് കേട്ടോ. ഈ ഒരു സ്തൂപം നിൽക്കുന്നത് ഏക്കർ കണക്കിന് സ്ഥലത്തിൻ്റെ ഒരു സെൻറ്ററിലായിട്ടാട്ടോ. ഇതൊരു മലയുടെ മുകളിലായ കാരണം നമ്മൾ മുകളിൽ നിന്ന് താഴത്തോട്ട് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ പോയിൻ്റൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ കാണുന്നതും ഒരു ക്ഷേത്രമാണ്. ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും ബുദ്ധൻ്റെയാണ് അവർ പ്രതിനിധാനം ചെയ്യുന്നത്. പിന്നെ ഇത് യുനെസ്കോ അംഗീകൃതമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ വന്നപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റി. നല്ലൊരു സ്ഥലം, വന്നില്ലെങ്കിൽ നഷ്ടമായി പോയെന്ന് വരെ തോന്നിപ്പോയി. ഇതിൻ്റെ ഉള്ളിലൊരു ക്ഷേത്രമുണ്ട്. അതിൽ വീഡിയോ അലൗഡ് അല്ലാത്ത കാരണമാണ് കൂടുതൽ വിശേഷങ്ങളൊന്നും കാണിക്കാത്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു സ്ഥലവും ഇതിൻ്റെ വിശേഷവും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്കും ബൈ, സീ യു.